നമസ്കാരം, ബീഹാർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യപേപ്പർ വിവാദം, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായിട്ടുള്ള വിവാദത്തിന്റെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള സോൾവർ ഗാംഗിലെ രവി രാത്രി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നേരിട്ട് അദ്ദേഹത്തിലേക്ക്. ഷാർ, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിലെ പ്രധാനപ്പെട്ട മാസ്റ്റർ മൈൻഡ് താങ്കളാണെന്നാണ് പൊതുവെയുള്ള ഒരു സംശയം. എന്താണ് ഷാർ അതിനെപ്പറ്റി പറയാനുള്ളത്? नमस्कार, मैं हूँ रवि रात्रि और यह है मेरा असिस्टेंट. ये है शेरू सिंह और ये सूत्रन सिंह. നമസ്തേ ഷെറുജി. നമസ്തേ സൂത്രൻജി. ഷാർ, എന്റെ ചോദ്യം. तुम्हारा चौद्यम और मेरा उत्तर. एक मिनट. ओके मैडम. जी मैडम. ओके. ഞാൻ സാറിനോട് പറയാം. അതെ പോനെ സാർ, ആ പൊട്ടിപ്പൊളിഞ്ഞ സ്കൂൾ മെയിൻ്റനൻസിനായിട്ട് സാർ 50 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ? ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ് വിളിച്ചത്. ഇന്റർവ്യൂ ഒക്കെ ബാധ വിളിക്കാന്ന് പറ. നിങ്ങളുടെ ചോദ്യം? സാർ, നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ തട്ടിപ്പിന്റെ സൂത്രധാരൻ സാറാണെന്ന് പറയപ്പെടുന്നു. എന്താണ് സാറിന് അതിനെപ്പറ്റി പറയാനുള്ളത്? അത് നിങ്ങൾക്ക് കാനഡയിൽ ജോലിക്ക് പോകണം, പക്ഷെ നിങ്ങൾക്ക് അവിടെ ആരും അറിയില്ല. അവിടെ ജോലിക്ക് എന്ത് വേണം, വിസ എങ്ങനെ കിട്ടും, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഏജൻസി വന്നു. ആ ഏജൻസി വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ പേപ്പറുകളും നിങ്ങളുടെ പൈസ എല്ലാം വാങ്ങി. പക്ഷെ അവർ ജോലി വാങ്ങി തന്നില്ല. അവർ ജോലി വാങ്ങി തരാതെ പൈസ കൊണ്ടുപോയി. അത് തട്ടിപ്പല്ലേ? അത് തട്ടിപ്പാണ്. അതായത് ആ ഏജൻസിക്കാരൻ നിങ്ങൾക്ക് കാനഡയെ കുറിച്ചുള്ള അറിവില്ലായ്മയെ ചൂഷണം ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിടുങ്ങി നിങ്ങൾക്ക് നഷ്ടം വരുത്തി. അങ്ങനെയാണ് ആ തട്ടിപ്പ് നടക്കുന്നത്, അല്ലേ? അതെ, പക്ഷേ അതും ചോദ്യപേപ്പർ തട്ടിപ്പുമായിട്ട് എന്താണ് ബന്ധം സാർ? ചോദ്യപേപ്പർ തട്ടിപ്പ് എന്ന് ബായി പറയുന്നത് അവിടെ തട്ടിപ്പ് നടക്കാതിരിക്കാനാണ് ഞാൻ ആ ചോദ്യപേപ്പർ ചോദിച്ചത്. അതായത് ഒരാളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തിട്ട് അയാൾക്ക് നഷ്ടം വരുത്തി വെക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം തട്ടിപ്പാണ്, അല്ലെ ഷെറു? അല്ലെ സൂത്രൻജി? ഓക്കെ, അംഗീകരിക്കുന്നു. പക്ഷേ ചോദ്യപേപ്പർ തട്ടിപ്പുമായിട്ട് അതിന് എന്താണ് ബന്ധം? ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ടും അതിന് എന്താണ് ബന്ധം? ഈ പരീക്ഷ എന്ന് പറയുന്നതേ നല്ല ഒന്നാം തരം തട്ടിപ്പാണ്. ഈ പരീക്ഷ എഴുതുന്നത് ആരാ? രണ്ട് കൂട്ടരാണ്. ഒന്ന് പഠിച്ചവനും ഒന്ന് പഠിക്കാത്തവനും. അതായത് അറിവുള്ളവനും അറിവില്ലാത്തവനും. മനസ്സിലായില്ലല്ലേ? അത് പറഞ്ഞു തരാം. അതായത് ഈ അറിവില്ലാത്തവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തിട്ട് അറിവുള്ളവന് സീറ്റ് വാങ്ങിച്ചു കൊടുത്ത് അറിവില്ലാത്തവന് നഷ്ടം വരുത്തി വെക്കുന്ന ഒന്നാം തരം തട്ടിപ്പാണ് പരീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ അറിവില്ലാത്തവർക്ക് നഷ്ടം വരുത്തുന്ന ഒരു തട്ടിപ്പിനും ഞാൻ കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ചോദ്യപേപ്പർ അങ്ങ് വിതരണം ചെയ്തു. ഒരു ചോദ്യപേപ്പറിന് തുച്ഛമായ 2 ലക്ഷം രൂപ വാങ്ങിച്ച് ഡാർക്ക് നെറ്റ് വഴി ഞങ്ങളങ്ങ് വിതരണം ചെയ്തു, അല്ലേ സൂത്ര? അതെ, അറിവില്ലാത്തവർക്ക് ഇവിടെ ജീവിക്കണ്ടേ? വെറുതെ നാട്ടുകാർ കുറ്റം പറയുന്നു, തെണ്ടികൾ. അഭി തും ജാവോ और ये വീഡിയോ അപ്ലോഡ് കറോ, അല്ലേ സൂത്രൻ? അല്ലേ ശരി? അതുകൊണ്ട് അറിവില്ലാത്തവന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് അറിവില്ലാത്തവന് നഷ്ടമുണ്ടാക്കുന്ന ഒരു തട്ടിപ്പ് പ്രക്രിയയാണ് പരീക്ഷ. അങ്ങനെ അറിവുള്ളവന്റെയും അറിവില്ലാത്തവന്റെയും അന്തരം വെട്ടിക്കുറച്ച് കുറെ ബോധമില്ലാത്തവനും വിവരമില്ലാത്തവനും വെളിവില്ലാത്തവനുമായിട്ടുള്ള അണ്ടനെയും അടകോടനെയും ഡോക്ടർമാരെ മറ്റുമാക്കുന്ന ഒരു പ്രക്രിയക്കാണ് ഇദ്ദേഹം കൂട്ടുന്നത്. അപ്പോൾ ബീഹാർ ന്യൂസിന്റെ ഈ വാർത്തയിൽ നിന്നും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. हेलो सर. हाँ, मैं जेल वार्डन पीलू सिंह बोल रहा हूँ. सब्जी को फोन दो. സബ്ജി? ആ, അഭി ദേ ദോ. സബ്ജി, ജയിൽ വാർഡൻ പീലു സിംഗ്. हाँ, हेलो हेलो पीलू भाई, क्या बात है? രവി ജി, ठीक हूँ. ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. ഇവിടെ ജയിലിലെ തടവുകളികൾക്ക് സൗകര്യങ്ങളും വളരെ കുറവാണ്. അതുകൊണ്ട് ജയിലിലെ തടവുകാരുടെ താമസ സൗകര്യത്തിന്റെ മെയിൻ്റനൻസിനായിട്ട് അങ്ങ് ഒരു 5 ലക്ഷം രൂപ തരണം. അതിനെന്താ, തരാലോ. ആ, ഞാൻ വിളിച്ചോളാം. അരെ ഷെറു, ആ പൊട്ടിപ്പൊളിഞ്ഞ ഒരു സ്കൂൾ നന്നാക്കാനായിട്ട് ഒരു ടീച്ചർ വിളിച്ചിട്ട് 50 ലക്ഷം രൂപ ചോദിച്ചില്ലേ? ആ 50 ലക്ഷം രൂപ നീ ജയിൽ വാർഡന് കൊടുക്കണം. എന്നിട്ട് ജയിൽ വാർഡൻ ചോദിച്ച 5 ലക്ഷം രൂപ നീ ആ ടീച്ചർക്ക് കൊടുക്കണം. അത് ശരിയാണോ? അതെ ഷെറു, ഉള്ളുക്കപ്പെട്ടെ. നീ ഇനി സ്കൂളിൽ പഠിച്ചിട്ട് നീറ്റ് എഴുതാൻ പോകണ്ട. ഈ ഞാൻ ഇനി സ്കൂളിൽ പഠിച്ചിട്ട് നീറ്റ് എഴുതാൻ പോകണ്ട. പക്ഷേ നമ്മളിപ്പോ ഈ കാണിച്ചതൊക്കെ വെച്ച് നമ്മൾ എന്തായാലും ജയിലും. അപ്പൊ ആ ജയില് നല്ല സൗകര്യത്തിൽ അങ്ങനെ കിടക്കട്ടാ. നമുക്ക് അവിടെ പോയി താമസിക്കാനുള്ള മോണെ ഷെറു.